പാർട്ട് എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലബോറട്ടറി വയേഴ്സ്. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഗ്ലാസ് ആണെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പിപ്പറ്റ് അതുപോലെ തന്നെ ബ്യൂററ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എടുത്തിട്ടുണ്ട്, കോണിക്കൽ ഫ്ലാസ്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് അത് ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് അത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലബോറട്ടറി വയേഴ്സുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അപ്പം വിവിധ തരത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട്, നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്നാണ് അതിനെ വിളിക്കുന്ന പേരുകൾ. ഓക്കെ, ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ലബോറട്ടറി വയേഴ്സുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് തെർമോസെറ്റിംഗ് പോളിമർ. തെർമോസെറ്റിംഗ് പോളിമറിന് ഒരു എക്സാമ്പിൾ എഴുതുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇപ്പോൾ ഈ തെർമോസെറ്റിംഗ് എന്നുള്ള വേർഡ് നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, പ്ലാസ്റ്റിക് അല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു പോളിമറാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കേസിലാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്കുകൾ ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി റീസൈക്കിൾഡ്, നമുക്ക് വീണ്ടും ഉരുക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരം പ്ലാസ്റ്റിക്കുകളെയാണ് വിളിക്കുന്നത് തെർമോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാലോ ദേ കനോട്ട് ബി റീസൈക്കിൾഡ്, അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഉരുക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഇല്ലാതായിട്ട് പോകും അല്ലെ, ഉരുക്കിയാൻ പെട്ടെന്ന് പോകും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒക്കെ ചെറുതായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിച്ചാൽ. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ദേ ആർ ഫോംഡ് ബൈ അഡിഷൻ പോളിമറൈസേഷൻ. അഡിഷൻ പോളിമറൈസേഷൻ വഴിയാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക, തെർമോ പ്ലാസ്റ്റിക്സുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക. എന്നാലോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. നെക്സ്റ്റ് ദേ ആർ ലീനിയർ പോളിമേഴ്സ്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ പോളിമേഴ്സ് ആണ്. എന്നാൽ തെർമോ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാലോ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. ദേ ആർ ക്രോസ് ലിങ്ക്ഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തുണ്ടോ ലിങ്കുകൾ ഉണ്ടാവും, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. പിന്നെ ദേ സോഫ്റ്റൻ ഓൺ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റൻ ആയിട്ട് മാറും, നമുക്ക് റിക്കോർഡ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ദേ ഹാർഡ് ഓൺ ഹീറ്റിംഗ്, ബിക്കം ഹാർഡ് ഓൺ ഹീറ്റ് ചെയ്യുമ്പോൾ കട്ട പോലെ ഉരുക്കി ഒരു ഹാർഡ് പാർട്ടിക്കിളായിട്ട് മാറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ തെർമോസെറ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, തെർമോസെറ്റിക് പോളിമേഴ്സിന് ഒരു എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്, ബേക്കലൈറ്റ് ആൻഡ് മെൽമാക്ക് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്, തെർമോസെറ്റിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, ഇവിടെ ബേക്കലൈറ്റ് എന്ന് എഴുതിയാൽ മതി. എന്തെഴുതിയാൽ മതി, ബാക്കലൈറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി, അല്ലെങ്കിൽ മെൽമാക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ തെർമോസെറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, മെൽമാക്ക്. ഇനി തെർമോ പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ PVC, നമ്മുടെ സാധാ പൈപ്പ് അല്ലേ, വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പ് PVC. അതുപോലെ തന്നെ പോളിസ്റ്റർ എന്നൊക്കെ പറയില്ല, പോളിസ്റ്റൈറിൻ. ഓക്കെ, പോളിസ്റ്റൈറിൻ. ഓക്കെ, ഇതുകൊണ്ട് പോളിസ്റ്റൈറിൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഇതിൻ്റെ എക്സാമ്പിൾ, തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ് പോളിസ്റ്റൈറിനും പോളിവിനൈൽ ക്ലോറൈഡ്, PVC. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് PVC. അപ്പോൾ പോളിസ്റ്റൈറിനും, ഓക്കെ, പോളിയെസ്റ്റർ അല്ല, പോളിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിയെസ്റ്റർ ആണ്. എസ്റ്റർ പോളി വരുമ്പോഴാണ് പോളിസ്റ്റർ. ഓക്കെ, പോളിയെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇവിടെ പോളിസ്റ്റൈറീൻ ആണ് കേട്ടോ, മാറിപ്പോകരുത്. അപ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറിനൊക്കെ എക്സാമ്പിളാണ്, തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ്, തെർമോസെറ്റിങ്ങിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, മെൽമാക്ക്. ഇവിടുത്തെ ആൻസർ ഏതാണ്, ബാക്കലൈറ്റ് ഒരു മെൽമാക്ക് ആണ്. തെർമോസെറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോണോമേഴ്സ് ഓഫ് ബാക്കലൈറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, തെർമോസെറ്റിംഗ് പോളിമർ ആണെന്ന് പറയുന്നത്. ബാക്കലൈറ്റ് എന്ന് പറയുന്നത്, ഈ ബാക്കലൈറ്റിന് ബാക്കലൈറ്റ് നിർമ്മിക്കപ്പെട്ടുള്ളത് ഏതൊക്കെ എന്താ മോണോമർ എന്ന് പറഞ്ഞാൽ